കേട്ടിരുന്നു. അതിനിപ്പോ എന്താ അഭിപ്രായം പറയാൻ പറ്റുക? നമുക്ക് നമ്മൾ വീണ്ടും അപകടത്തിലാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോ വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനുള്ള ഭയങ്കര ശ്രമത്തിലാണ് എനിക്ക് അത് കണ്ടതിൽ നിന്ന് എനിക്കത് മനസ്സിലായത്. നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ വേടന്റെ മറുപടിയാണ്. നമ്മുടെ ശശികല അടക്കമുള്ള ആളുകള് വേടനെ മെല്ലെ മെല്ലെ തീവ്രവാദിയാക്കാനൊക്കെ ശ്രമം നടത്തിക്കുക, വിഘടനവാദിയാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേടൻ ഒരു മുസ്ലിം ജനതയെ പിന്താങ്ങുന്ന ഒരാളാണ്. മുസ്ലിങ്ങളാണ് ഫണ്ട് ചെലവഴിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയെ നശിപ്പിക്കാനും ഇന്ത്യയില് ജാതീയവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ വേടൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വേടനെ ഇപ്പൊ പുതിയ കേസ് കൂടി ജനം ടി വി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് 4 വർഷം മുമ്പെങ്ങാണ്ട് ഇദ്ദേഹം പാടിയ പാട്ടുണ്ട്. ആ പാട്ട് നരേന്ദ്രമോദിക്ക് എതിരെയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യ മഹാരാജ്യത്തിന് മൊത്തം എതിരാണ്. ഇന്ത്യ മഹാരാജ്യത്തെ അപമാനിച്ചു. നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞാൽ, നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ അതെങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തെ വിമർശിക്കുന്നതാവുന്നതെന്നാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകട്ടെ. എന്തായാലും വേടൻ ചുട്ട മറുപടി തന്നെയാണ് നമ്മുടെ വിഷകലയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കേട്ടുപോകൂ. എന്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഭയങ്കര എന്താണ് പറയാ, ജാതി വെറി പൂണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഇവര് ആരോപിക്കുന്ന ഒരു കാര്യം. വെട്ടിമാരനും പാരഞ്ചിത്തും സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവര് വന്നതിന് ശേഷമാണ് ഇവിടെ ജാതീയത ഉണ്ടായത് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ. എനിക്ക് ഇതും അതുമായിട്ട് അത്ര ബന്ധമുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താ ഈ വേടനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ഒരു നമ്മൾ പറയുന്നത് വർക്കാവുന്നുണ്ട്, നമ്മൾ എടുക്കുന്ന ജോലി വർക്കാവുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് മാത്രമായിട്ട് തന്നെ അങ്ങനെ മാത്രം ഞാൻ എടുക്കുന്നത്, പോസിറ്റീവായിട്ട് എടുക്കാന്നുള്ളത്. അടിപൊളി. അതാണ് ഗംഭീരമായിട്ട്. എന്തുകൊണ്ടാണ് വേടനെ ആക്രമിക്കപ്പെടുന്നത്? അവൻ ചെയ്യുന്ന ജോലി വർക്കാവുന്നു. അപ്പൊ അവൻ ചെയ്യുന്ന ജോലി എന്താണ്? നമ്മുടെ ഇന്ത്യയില്, നമ്മുടെ കേരളത്തില് ജനാധിപത്യ വിരുദ്ധമായിട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അംബേദ്കറൊക്കെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് തന്റെ പാർട്ടിയിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു, വേടൻ പറയാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ അത് ആർക്കെതിരെയാണ്? തീർച്ചയായിട്ടും അത് BJPക്ക് എതിരെയാണ്, സംഘപരിവാരത്തിനെതിരെയാണ്, തീവ്ര ഹിന്ദുത്വ ശക്തികൾക്കെതിരെയാണ്, ജനാധിപത്യ വിരുദ്ധ ശക്തികൾക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ ഇവൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ചെയ്യുന്ന പണി കൃത്യമായിട്ട് കൊള്ളേണ്ട അടുത്ത് കൊള്ളുണ്ട് എന്നർത്ഥം. അത്രയാണ്. നമ്മൾ അമ്പ ചെയ്തത് കൃത്യമായിട്ട് കൊണ്ടു എന്നർത്ഥം. ചിലപ്പോഴൊക്കെ നമ്മൾ ചില ഫണ്ണി തമാശ കടിച്ച് ചില ആൾക്കാർക്ക് കൊള്ളും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതവന് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ വേണ്ടവർക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അവർക്ക് ഒരു ഇളക്കണ്ടായിരിക്കും. ആ ഇളക്കാണ് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മുന്നോട്ട് ഇത് ഒറ്റപ്പെട്ട ഓരോ വ്യക്തികൾക്കെതിരായിട്ടുള്ള ഒരു സാധനമേ അല്ല. അത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഈ ഐഡിയക്കെതിരെയാണ്, മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനെതിരാണ്. തീർച്ചയായിട്ടും വേടൻ മാത്രമല്ല, ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള വർത്തമാനമാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യാൻ മുന്നോട്ട് പോകാന്നുള്ള കാര്യം, അത് അവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശശികല പറയുന്ന ഒരു കാര്യത്തിലേ റാപ്പ് ചെയ്തു അതിന്റെ ഒരു സാധനം മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ അത് ചെയ്താൽ മതി എന്നുള്ളൊരു ആ ഒരു ധാർഷ്ട്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയടാ ഒരു സാധനമാണ്. അതാണ് കൃത്യമായ ഉത്തരം. നമ്മുടെ ശശികല പറഞ്ഞത് വേടൻ എന്തിനാ റാപ്പ് പാടണം, വേടന്റെ ജാതിയുള്ള പാട്ടുകൾ മാത്രം പാടിയ പോരെ എന്നുള്ളതാണ്. പക്ഷെ വേടൻ അപ്പൊ പറയുന്ന ഉത്തരം അതാണ്: ഞങ്ങളെ ജാതിക്കാര് ഉള്ള ഞങ്ങളെ പാട്ടുകൾ മാത്രം പാടിയാൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് ഒരു അടി പോലും നിൽക്കണ്ട എന്നുള്ള സാധനം ഉണ്ടല്ലോ. താന്ന ജാതിക്കാര് തന്നെ ആയിട്ട് നിന്നാ മതി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അത് ചെയ്താൽ മതി എന്നുള്ളതാണ്. വേറെ പാട്ടുകളൊക്കെ പാടാൻ ഇവന്മാരെന്തിനാ വരുന്നത്? അതൊക്കെ പാടാൻ ഈ ശശികല പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. മനസ്സിലല്ലേ? അധകൃതര് എന്നും അധകൃതരായിട്ട് തന്നെ ജീവിച്ചാൽ മതി എന്നാണ് ശശികല അടക്കമുള്ള ആളുകളൊക്കെ പറയുന്നത്. അത് വേടൻ കൃത്യമായിട്ട് പറയുന്നത്. ഇനിയാണ് വേടന് മറുപടി വരുന്നത് കേട്ടോ. അതാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഞാൻ റാപ്പും ചെയ്യും, എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ കസലൊക്കെ പാടിയാണ്. ക്ലാസിക്കൊന്നും പാടാനുള്ള തൊണ്ടിലുണ്ടായി പോയി, അല്ലെങ്കിൽ ഞാൻ ക്ലാസിക്കൊക്കെ പാടിയാണ്. അടിപൊളി. ഇഷ്ടപ്പെട്ടോ? അപ്പൊ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണേ. നരിവേട്ട നമ്മളെല്ലാവരും പെട്ടെന്ന് മറന്നുപോയ ഒരു വലിയ ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പടമാണ്. ഇപ്പോ അനുരാജ് മനോഹറാണ് അതിന്റെ ഡയറക്ടർ. ഭയങ്കര ധൈര്യമുള്ള ഒരാളാണ്. അപ്പൊ പടം ഞാൻ എന്തായാലും കാണുക. പടം പോയിട്ട് സർക്കാരിന്റെ പരിപാടിയിലേക്ക് വന്നു, ആ വിഷയങ്ങൾ അടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രശ്നം. പരിപാടിയിൽ എന്തിനു പങ്കെടുപ്പിച്ചിട്ടുള്ള ഞാൻ ജനങ്ങളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനാധിപത്യ മര്യാദയും കൂടി ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പരിപാടിക്കാണ് ഞാൻ പോയത്. അതാണ് ഉത്തരം. സർക്കാരിന്റെ പരിപാടിക്ക് പോയതിനെ വിമർശനം. അപ്പൊ ഇവ പറയുന്നത് നമ്മുടെ ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട എന്റെ അടക്കമുള്ള സർക്കാർ ക്ഷണിച്ചിട്ട് ഞാൻ പോയേ, ഞാൻ ഇനിയും പോവും എന്നുള്ളതാണ്. പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട്
ചിത്രീകരിക്കാനൊക്കെ നോക്കുന്നത് മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വേടൻ എന്ന് പറയുന്ന ആൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ കൂടെ നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ പക്ഷെ അതേ സമയത്ത് തന്നെ ഇവിടെ എല്ലാ ജനാധിപത്യ മര്യാദയോടും കൂടിയിട്ട് ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് കൂടെ നിൽക്കേണ്ടത് പൗരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ കടമ കൂടിയാണ്. ഞാൻ അതാണ് അവിടെ പോയി ചെയ്തത്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇവരെന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിക്കാണിച്ച് വിഘടനവാദിയാക്കാനും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ആളാക്കി മാറ്റാനുള്ള ഉദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ കാണുകയും കേൾക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ എന്തിനു വേണ്ടിയാണ് ജോലി എടുക്കുന്നത്. എനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എല്ലാ വഴി എന്റെ ജനങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. എനിക്ക് ടെൻഷൻ ഇല്ല കാര്യത്തിൽ. അതാണ് കേട്ടോ ഉത്തരം. അതായത് വേടൻ പറയുന്നത് ഈ ശശികല അടക്കമുള്ള ആളുകൾ എന്നെ എത്ര തന്നെ കുത്തിനോവിക്കാൻ ശ്രമിച്ചാലും വേടന്റെ ഒപ്പം ജനങ്ങളുണ്ട്. എനിക്കൊന്ന് വേടന്റെ ഒപ്പം ഒരു വലിയ വിഭാഗം യുവാക്കളുണ്ടെന്ന് കാണാൻ. ആ യുവാക്കൾക്ക് ജാതി നോക്കാത്ത, മതം നോക്കാത്ത, വർണ്ണം നോക്കാത്ത, നിറം നോക്കാത്ത, മണം നോക്കാത്ത ആളുകള്, അപാലവൃദ്ധം ജനങ്ങള് ഈ വേടനൊപ്പം ഉണ്ട്. നോക്കൂ, പാലക്കാടൊക്കെ എത്ര ആയിരം പേരാ വന്നേ. ആള് കൂടിയതുകൊണ്ട് ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കുക എന്ന് ആലോചിക്കുക. ആള് കൂടിയെന്നുണ്ട്, ആള് കുറഞ്ഞുകൊണ്ട് പ്രോഗ്രാം ഇനി മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുന്ന രസകരമുള്ള കാര്യമാണ് പണ്ടത്തെ. പക്ഷെ ഇപ്പൊ അതല്ല, ആള് കൂടി അതുകൊണ്ട് ഇവിടെ നടത്താൻ പറ്റൂല, അതുകൊണ്ടൊക്കെ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ പാലക്കാട് ഉണ്ടായത്. അത്രയ്ക്ക് അപാരമായിട്ടുള്ള എഫക്റ്റാണ്. അതായത് വേടൻ പറയുന്ന വാക്കിനോടൊക്കെ സമരസപ്പെട്ടു പോകാൻ, ഇഷ്ടപ്പെട്ടു പോകാൻ യുവാക്കൾ തയ്യാറാകുന്ന. വേടൻ ഇപ്പൊ പറയുകയാണ് നാളെ ഇന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വോട്ട് ചെയ്യണം കേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് യുവാക്കൾ മുഴുവൻ മിക്കവാറും വേടൻ പറഞ്ഞൊക്കെ അനുസരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഞാനിത് 2-3 ആൾക്കാർ ഇങ്ങനെ പറയണ കേട്ടു, എനിക്ക് വിദേശ ഫണ്ടുകൾ വരുന്നുണ്ട്, വിദേശ ഫണ്ടുകളൊക്കെ ചെക്ക് ചെയ്യണം എന്നൊക്കെ. ഇത് ഗവൺമെന്റിന്റെ ഒരു തെളിവോട് ഒരു രേഖയിലില്ലാത്ത ഒരു കാശും എന്റെ കയ്യിലില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം ഞാൻ ഇവിടെ തന്നെ ഷോ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഷോ ചെയ്ത് നിങ്ങൾ തരുന്ന കാശ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ ആൾക്കൂട്ടത്തെ വേടന്റെ പരിപാടികൾക്ക് വരുന്ന ആൾക്കൂട്ടത്തെ ആയിരിക്കുമോ ചിലപ്പോ? അതെനിക്കറിയില്ല കൃത്യമായിട്ട്. എനിക്കത് കൃത്യമായിട്ട് കമന്റ് ചെയ്യാൻ അറിയില്ല. എനിക്കറിയില്ല അതെന്താണെന്ന്. വിമർശനം ഉന്നയിക്കുന്നതിൽ കൂടുതലും സംഘപരിവാരകാരും അതുപോലെ സവർണ ആളുകളുമാണ്. തീർച്ചയായിട്ടും. അതുപോലെ ജനാധിപത്യത്തെ ഇവർ അംഗീകരിക്കാറുണ്ട്. ഈ സംഘപരിവാർ ജനാധിപത്യവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെന്ന് പുള്ളിക്കാരി പറഞ്ഞല്ലോ. റാപ്പും പട്ടികജാതിക്കാരും തമ്മിൽ പുലബന്ധമില്ല എന്ന് പറയുന്നത്. ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ ജനാധിപത്യത്തിന്റെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. അതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്കറിയില്ല പുലിപ്പല്ല് എവിടെയാണെന്ന്. പോയിട്ട് വരട്ടെ എന്ന്. ശരി. എന്തായാലും കൃത്യമായിട്ടും നമ്മുടെ ശശികലയ്ക്കുള്ള മറുപടി വേടൻ കൊടുത്തു എന്ന് പറയാം. അതായത് ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വമായിട്ട് ഒരു ബന്ധവുമില്ല. അതായത് ജനാധിപത്യത്തിൽ തീവ്ര ഹിന്ദുത്വത്തിന് ഒരു സ്ഥാനവുമില്ല. നമ്മുടെ ശശികല അടക്കം ഉള്ള ആളുകൾ ഉയർത്തിപ്പിടിക്കുന്ന ആ ആശയം ഒരിക്കലും ഇന്ത്യയിൽ വേവരുത്, അത് അധികകാലമൊന്നും പോവില്ല. ജനാധിപത്യത്തിൽ എവിടെയാണ് തീവ്ര ഹിന്ദുത്വം ഉള്ളത്? ആ തീവ്ര ഹിന്ദുത്വം ഒരിക്കലും ജനാധിപത്യമായിട്ട് മുന്നോട്ട് പോവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജനാധിപത്യത്തിലാണ്. ശശികല അടക്കമുള്ള ആളുകൾ തീവ്ര ഹിന്ദുക്കളാണ്. അവരവരെ എന്തെങ്കിലുമൊക്കെ പഴികളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിക്കോട്ടെ, ഞാൻ എൻ്റെ പാട്ടും പറച്ചിലുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമെന്ന് കൃത്യമായിട്ടും വേടൻ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ഒരു തെറി പോലും പറയാതെ എത്ര മാന്യമായിട്ടാണ് ഈ തീവ്ര ഹിന്ദുക്കളൊക്കെ ഇദ്ദേഹം അടിച്ച് പരത്തി നോക്കി. വേടൻ പറയുന്ന പോലെ ഞാൻ പണിയെടുക്കുന്ന എന്തിനാണോ അത് വേണ്ടവർക്ക് കിട്ടുന്നുണ്ട്. ആർക്കൊക്കെയാണ് ഞാൻ പണിയെടുക്കുമ്പോൾ അത് പണി കിട്ടേണ്ടത് അവർക്കൊക്കെ കിട്ടുന്നുണ്ട്. അതിന്റെ തെളിവാണ് ഈ വാചകങ്ങളെല്ലാം എന്ന് വേടൻ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും വേടനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളൊക്കെ ചെയ്യേണ്ട. ഒരു ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, അംബേദ്കറിസത്തൊക്കെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ചെയ്യേണ്ടത് വേടനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് അദ്ദേഹത്തിനൊപ്പം തന്നെ നിൽക്കാം അല്ലെ. ബൈ. സബ് ചെയ്യാൻ മറക്കരുത്. ബൈ.